BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് വിനോദ് കുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ വിനോദ് കുമാർ, CPM ഒരു സ്വയം വിമർശനാത്മകമായ ഒരു പ്രസ്താവന ഇന്ന് പുറത്തിറക്കിയിരിക്കുകയാണ്. അവിടെ ജില്ലാ സമ്മേളനം വരാൻ പോകുകയാണ്. അവിടെ CPMന് വലിയ പാളിച്ച ഉണ്ടായി, ഭരണപരവും രാഷ്ട്രീയപരവും സംഘടനാപരവുമായ പാളിച്ചകൾ ഉണ്ടായി എന്നാണ് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറയുന്നത്. എങ്ങനെ കാണണം ഈ പ്രസ്താവനയെ? എപ്പോഴും വീഴ്ചകൾ നടത്തുകയും അത് തുറന്നു പറയുകയും പിന്നീട് അതേ വീഴ്ച മറ്റൊരു രൂപത്തിൽ നടപ്പിലാക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് CPM. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന് ഉണ്ടായ ഭരണ പരാജയം, സംഘടനാപരമായ പാളിച്ച എന്തുകൊണ്ട് സംഭവിച്ചു എന്ന വസ്തുതാപരമായ കാര്യം ശ്രീ MV ജയരാജൻ പറയുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതുവെ എല്ലാവരിലും ഉണ്ടായൊരു വിശ്വാസം, ദേശീയ രാഷ്ട്രീയത്തിൽ CPMന് പ്രസക്തിയില്ല, ദേശീയ രാഷ്ട്രീയത്തിൽ CPMന് പ്രസക്തിയില്ല എന്ന ഒരു പൊതുചിന്ത, CPM പ്രാദേശിക പാർട്ടിയായി മാറുന്നു എന്ന ഒരു പൊതുചിന്ത കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് ഉണ്ടായതാണ്. നമുക്കൊക്കെ ഓർമ്മയുണ്ട്, AK ബാലൻ എന്ന് പറയുന്ന മുൻ മന്ത്രി, CPM നേതാവ്, അദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ അടുത്ത തെരഞ്ഞെടുപ്പ് മുതൽ CPIMന്റെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രമായിരിക്കില്ല, ഈനാമ്പേച്ചിയും മരപ്പട്ടിയുമായിരിക്കും എന്ന പ്രസ്താവന വാസ്തവത്തിൽ CPM അണികളെപ്പോലും ചിന്ത കുഴപ്പത്തിലാക്കി എന്നുള്ളത് ഒരു വസ്തുതാപരമായ കാര്യമാണ്. അപ്പൊ ദേശീയ രാഷ്ട്രീയത്തിൽ CPMന് പ്രസക്തിയില്ല എന്ന ഒരു തിരിച്ചറിവ് പൊതുജനങ്ങൾക്കും CPM അണികൾക്കും CPM നേതാക്കന്മാർക്കും ഉണ്ടായി എന്നതാണ് നാം ഇവിടെ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ CPMന് നിലനിൽപ്പില്ലാതെ ഒരു ഘട്ടം വന്നപ്പോ എന്താണ് CPM ചെയ്തത്? CPM കോൺഗ്രസുമായി സഖ്യത്തിലായി. കേരളത്തിൽ CPM കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടുകയും ദേശീയ രാഷ്ട്രീയം എത്തുമ്പോൾ കോൺഗ്രസുമായി സഖ്യം നടത്തുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതായത് ദേശീയ രാഷ്ട്രീയത്തിൽ CPMന് പ്രസക്തിയില്ല, നിലനിൽപ്പിന് വേണ്ടിയിട്ട് കോൺഗ്രസിന് പിന്നാലെ പോകുന്നു എന്ന വസ്തുത ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നതാണ് അവരുടെ സംഘടനാപരവും ഭരണപരവുമായ പാളിച്ചയുടെ ഒരു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. മറ്റൊരു കാരണം, ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണെങ്കിലും സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിന്റെ ഭരണം വിലയിരുത്തപ്പെടും. CPM നേതാവ് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞ കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഭരണം വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഇത് എന്ന് പറഞ്ഞതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. സംസ്ഥാന സർക്കാർ, കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ, നമുക്കറിയാം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാരായിരുന്നു ഒന്നാം പിണറായി സർക്കാർ. ശ്രീ വിനോദ് കുമാർ, ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ. അതായത് ഈ ഭരണപരമായ തകർച്ച, ഭരണപരമായ പാളിച്ച എന്നൊക്കെ പല ഘട്ടങ്ങളിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല ഘട്ടങ്ങളിലും. പക്ഷേ സംഘടനാപരമായും രാഷ്ട്രീയപരമായും പരാജയം ഏറ്റുവാങ്ങുന്നു എന്ന് പറയുമ്പോൾ CPM എന്ന പാർട്ടിയുടെ രാഷ്ട്രീയ പ്രസക്തി തന്നെയാണ് ഇല്ലാതാകുന്നത്. അതായത് ഈ രാഷ്ട്രീയ മണ്ഡലത്തിൽ അവർക്കൊരു സ്വാധീനവുമില്ല എന്ന് തെളിയിക്കപ്പെടുകയാണ്. മാത്രവുമല്ല, കണ്ണൂരിൽ നടന്ന സംഭവങ്ങൾ, നവീൻ ബാബുവിൻ്റെ മരണം മാത്രം എടുത്തു നോക്കൂ. അക്കാര്യത്തിൽ വേട്ടക്കാരിയായ ദിവ്യയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് പാർട്ടി സ്വീകരിച്ചു, സർക്കാർ സ്വീകരിച്ചു. അതിൻ്റെയൊക്കെ പ്രതിഫലനം വളരെ കൃത്യമായി അവിടുത്തെ ജനങ്ങൾ നൽകാൻ പോകുകയാണ്. ഇത്തരത്തിലുള്ള തിരിച്ചറിവ് അല്ലേ യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു സ്വയം വിമർശനാത്മകതയിലേക്ക് MV ജയരാജനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്? താങ്കൾ പറഞ്ഞത് ശരിയാണ്, വളരെ ശരി തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നതും അതിലേക്ക് തന്നെയാണ്. അതായത് സംസ്ഥാന സർക്കാരിന്റെ ഭരണപരാജയം അത് അഴിമതി മാത്രമല്ല, മറ്റു പല മേഖലയിലും അവർക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ അത് CPMന്റെ കൂടി കെട്ടുറപ്പിനെ ബാധിച്ചു. ഒരു മുഖ്യമന്ത്രി മാത്രമല്ല അഴിമതിക്ക് ആരോപണത്തിന് വിധേയമാകുന്നത്, മുഖ്യമന്ത്രിയുടെ കുടുംബം ആകമാനം അഴിമതി ആരോപണം നേരിടുന്നു. മകളുടെ അഴിമതി ആരോപണം നമുക്കറിയാലോ, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കള്ളപ്പണം വെളുപ്പിക്കൽ സംബന്ധമായ കാര്യങ്ങൾ, അതുപോലെ മുഖ്യമന്ത്രി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണം, ശിവശങ്കരും സ്വപ്ന സുരേഷും തമ്മിലുള്ള സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് എന്ന പൊതുധാരണ, അങ്ങനെ വ്യത്യസ്ത മന്ത്രിമാരുടെ ധൂർത്ത്, അങ്ങനെ പിന്നെ ഗവർണറുമായുള്ള ഏറ്റുമുട്ടലുകൾ, ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ നേരിട്ട് കാണുകയായിരുന്നില്ലേ? എന്ന് പറഞ്ഞാൽ അവശേഷിക്കുന്ന CPM ആകെ അവശേഷിക്കുന്ന സംസ്ഥാനമായ കേരളത്തിലെ ആ ഭരണത്തിൽ പോലും ആകമാനം അഴിമതിയാണ്.
കെടുകാര്യസ്ഥതയാണ്. ഇത് സംഘടനാപരമായ അവരുടെ ദൗർബല്യത്തിലേക്കും നയിച്ചു എന്നുള്ളതാണ് നാം ഇവിടെ തിരിച്ചറിയേണ്ടത്. ശരി, വളരെയധികം നന്ദി ശ്രീ വിനോദ് കുമാർ ഈ ഘട്ടത്തിൽ ജനം ടിവിയോട് പ്രതികരിച്ചതിന്.